ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒക്ടോബർ 13 തിങ്കളാഴ്ച പുതിയൊരു ട്രേഡിംഗ് സെഷനിലേക്കാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും വിപണിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു 2 ദിവസത്തെ ഹോളിഡേ എന്ന് പറയുന്നത് ധാരാളം ആശങ്കപ്പെടുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നൊരു ദിവസം കൂടിയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വീണ്ടും ട്രംപിൻ്റെ ട്രേഡ് വാറിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സെഫൻ, നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയിലേക്ക് പോകാം. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വീക്കിൽ പൊതുവേ ബുൾസിൻ്റെ ഒരു കംപ്ലീറ്റ് ഡൊമിനൻസ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 400+ പോയിൻറ്റ്സിൻ്റെ ഒരു റാലി വീക്കിലി ബേസിസ് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ലാസ്റ്റ് ഡേ TCS റിസൾട്ട് വന്നതിന് ശേഷമുള്ള ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിട്ടുള്ള ഫ്രൈഡേയിൽ വളരെ ശക്തമായിട്ട് 25,330 എന്നൊരു നിലയിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ലാസ്റ്റ് മൊമെൻറ്റ് അഫ്കോഴ്സ് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നു. ബട്ട് സ്റ്റിൽ 25,285 എന്നൊരു നിലയിൽ ക്ലോസിംഗ് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50യിലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് എക്സ്പേർട്സ് വിലയിരുത്തിയിരിക്കുന്നത്? ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നാണോ എക്സ്പേർട്സിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ്? അതെ, അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ലാസ്റ്റ് ഡേ നിഫ്റ്റിയിൽ നല്ലൊരു മൊമെൻറ്റം ക്യാരലാണ് ഫോം ചെയ്തിട്ടുള്ളത്. നല്ല വോളിയം ബിൽഡപ്പ് ക്യാരലാണ് റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് 2 days ആയിട്ട് നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് പോക്കറ്റ് പിവറ്റ് ആക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നെക്സ്റ്റ് ഹഡിലായ അതായത് പ്രീവിയസ് ഹഡിലായ 25,219 എന്ന ലെവലിലാണ് ഒരു സ്ട്രെങ്ത് ക്യാനൽ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നിഫ്റ്റിയിൽ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി 25,455 എന്ന ഹൈ റിജക്ഷൻ സോൺ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുമെന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. കറന്റ് നിഫ്റ്റിയിലെ വോളിയം ആക്ഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. കൂടാതെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് 2 days ഉണ്ടായിരുന്ന ക്യാൻഡിൽ ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെവൻ, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി ഇന്ന് വരേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വീക്കിൽ, അതായത് ഒക്ടോബർ ഫസ്റ്റ് വീക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും അത്ര ഒരു മികച്ച പ്രകടനമല്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്കും കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നിർണായകമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും വന്നൊരു ദിവസം കൂടിയായിരുന്നു. ഏകദേശം 400-ലധികം പോയിൻറ്റ്സിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇൻട്രാഡേയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്നു എങ്കിൽ പോലും തീർച്ചയായിട്ടും 56,609 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യാൻ, അതായത് 56,600 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? അതില്ല, നമ്മൾ ബാങ്ക് നിഫ്റ്റിയും കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ടെക്നിക്കലി സ്ട്രോങ്. ബാങ്ക് നിഫ്റ്റിയിലെ ക്യാൻഡിൽ ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കറിയാം ഒരു ബോട്ടം ഫോർമേഷൻ നടന്നത് സെപ്റ്റംബർ 12 ആ ഒരു റേഞ്ചിലായിരുന്നു. ആ റേഞ്ചിന് കണ്ടിന്യൂസ് റാലിയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ആ ഒരു സോണ് 54,391 എന്ന സോൺ ഹൈ ഡിമാൻഡ് സോണായി ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്ത് അതിനെ തുടർന്ന് വീണ്ടും ഒരു കണ്ടിന്യൂസ് റാലിയായിരുന്നു ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ ട്രേഡ് ചെയ്യാൻ എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ലാസ്റ്റ് ഡേ അപ്പ് വോളിയം ലാസ്റ്റ് 10 daysലുണ്ടായത് ഡൗൺ വോളിയേക്കാൾ കൂടുതലാണ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് മോർ അപ്സൈഡ് റാലി പോസിബിലിറ്റി എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. കൂടാതെ 56,391 എന്ന ലെവൽ ഇന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കും. കൂടാതെ ഒട്ടുമിക്ക ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സലാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയേക്കാൾ കൂടുതൽ നേട്ടം കൈവരിക്കാൻ ബാങ്ക് നിഫ്റ്റിക്കായിരിക്കും സാധിക്കുക എന്നതാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. കഴിഞ്ഞൊരു വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷൈനിങ് സ്റ്റാറായിട്ട് മാറിയ ഒരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ IT സൂചികയായിരുന്നു. IT സൂചികയിൽ പ്രത്യേകിച്ചും കഴിഞ്ഞൊരു വീക്കുന്നതിനേക്കാൾ ഉപരി ഒക്ടോബർ 1 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 2,300 പോയിൻറ്റ്സിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി IT സൂചികയിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു Q2 റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ളൊരു ഒരു ബുള്ളിഷ് ഷീൽഡ് അല്ലെങ്കിൽ ഒരു നിക്ഷേപകരുടെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നിന്ന ഒരു സെക്ടർ കൂടിയാണ് IT എന്ന് പറയുന്നത്. ITയിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇപ്പോൾ എക്സ്പെർട്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, അതോ ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ എക്സ്പെർട്സ് വിലയിരുത്തിയിരിക്കുന്നത്? സ്റ്റഡി പർപ്പസിനായി IT ഇൻഡെക്സിനെ ചാർട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം 10th ജൂലൈയിലാണ് ഒരു ഇമ്പോർട്ട് ലെവലിൽ നിന്ന് IT ഇൻഡെക്സിൽ ഒരു ബ്രേക്ക് ഡൗൺ, എക്സാക്ട് പറയുകയാണെങ്കിൽ 38,436 എന്ന ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ. അതിനുശേഷം കണ്ടിന്യൂസ് ബിയറിഷ് കാൻഡിൽസ് ആയിരുന്നു ഈ ഒരു മേഖലയിൽ ഫോം ചെയ്തത്. എന്നിരുന്നാൽ പോലും 34,265 എന്നതൊരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്ത് ആ ലെവലിൽ നിന്ന് വീണ്ടും ഒരു അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു മേഖലയിൽ നടന്നത് 22 സെപ്റ്റംബർ 22 ഒരു പാനിക് സെല്ലിംഗ് നടന്നത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് സെൽ ഓഫ് വീണ്ടും ഈ ഒരു മേഖലയിൽ കാണാൻ സാധിച്ചു. കൂടാതെ 34,265 എന്ന മേഖല കൈവിടുന്ന IT ഇൻഡെക്സിനെ റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ
6th ഒക്ടോബറിലാണ് ആ ഒരു ലെവൽ തിരികെ പിടിക്കുന്ന ഐ ടി ഇൻഡെക്സിൽ ഫോം ചെയ്തത്. ഒരു മൊമെന്റം ക്യാൻഡിൽ, എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ആ ഡേ ആണ് ഒട്ടുമിക്ക ഐ ടി സ്റ്റോക്സിലെല്ലാം ട്രെൻഡ് റിവേഴ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 34,265 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ടുള്ള പോസിബിലിറ്റീസ് ആണ്. അതായത് ഒരു റീസെന്റ് ഫോം ചെയ്തത് ഒരു ഷേക്ക് ഔട്ട് ക്യാൻഡിൽസ് ആണ് എന്നതാണ് എക്സ്പെർട്സ് വിലയിരുത്തുന്നത്. കൂടാതെ നമുക്കറിയാം ഇൻഫോസിസ് പോലുള്ള സ്റ്റോക്സിലെല്ലാം റീസെന്റ് ഒരു മൊമെന്റം കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ എക്സ്പെർട്സ് വിലയിരുത്തുന്നത് 38,436 എന്നത് ഷോർട്ട് ടേം ടാർഗറ്റ് ഈ ഒരു മേഖലയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നതാണ്. അതിനോടൊപ്പം നമുക്ക് ബ്രോഡർ മാർക്കറ്റിലേക്ക് ഒന്ന് വരേണ്ടതുണ്ട്. ബ്രോഡർ മാർക്കറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു സൈലന്റ് റണ്ണർ എന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രോഡർ മാർക്കറ്റ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനെയും അതിനോടൊപ്പം തന്നെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിനെയും വിശേഷിപ്പിക്കാം. കാരണം ഒക്ടോബർ 1 മുതൽ ഇങ്ങോട്ടേക്ക് വളരെ ഗ്രാജുവലി ആണ് എങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഈ ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രോഡർ മാർക്കറ്റിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനെ നോക്കുമ്പോൾ നമുക്കൊരു ലീഡിംഗ് ഇൻഡിക്കേറ്ററായി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനെ അനലൈസ് ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോൾ 18,000 എന്ന ലെവൽ തിരികെ പിടിച്ചപ്പോഴാണ് അതൊരു ഹഡിലായി ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് അത് ബ്രേക്ക് ഔട്ടാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം കണ്ടിന്യൂസ് അപ്സിറാലിയായിരുന്നു ഈ മേഖലയിൽ ഒട്ടുമിക്ക സ്റ്റോക്സിലെല്ലാം. നമുക്കറിയാം മാർക്കറ്റിൽ ഒരു ട്രെൻഡ് കൺഫർമേഷന് വേണ്ടിയിട്ട് സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് ഇൻഡെക്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 19,217 എന്നത് ഒരു ഷോർട്ട് ടേം ടാർഗറ്റായി എക്സ്പെക്ട് ചെയ്യാമെന്നാണ്. ഇനി മിഡ് ക്യാപ്പ് ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ സമാനമായ ഒരു ഇൻഡിക്കേഷൻസ് തന്നെയാണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ലാസ്റ്റ് റാലിയിൽ ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആയത് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആയ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ ഫോം ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് അപ്സൈഡ് റാലി ആയിരുന്നു. എന്നാൽ ഹയർ ലെവലിൽ 22 സെപ്റ്റംബറിലാണ് ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്തത്. ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണിന് ശേഷം കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ ഓവറോൾ നമുക്കൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 56,200 എന്നത് ഒരു നിയർ ടേം സപ്പോർട്ടായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്തു. കൂടാതെ ഇമ്പോർട്ടന്റ് ഹഡിലായ 58,439 എന്നത് റീസെന്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ലെവൽ 59,692 എന്നതാണ്. അതും കൂടി മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് റാലി മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഫാൻ, അടുത്തായിട്ട് ഡിഫൻസ് സെക്ടറിലേക്കാണ് പോകുന്നത്. ഡിഫൻസിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു ഷിപ്പ് ബിൽഡിംഗ് ഓഹരികൾ കഴിഞ്ഞ ഒരു വീക്കിലി പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു സെൽ ഓഫ് നടന്നതായിട്ടാണ് കാണുന്നത്. ആദ്യത്തേത് കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ് വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 0.5% അടുത്ത് നഷ്ടം അല്ലെങ്കിൽ കൃത്യം 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീക്കിലി പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും 4% മുകളിലുള്ള ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉണ്ടായിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? സ്റ്റഡി പർപ്പസിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 24th ജൂണിലാണ് ഒരു ഹയർ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതായത് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഈ ലെവലിലാണ് ഡിഫൻസ് ഇൻഡെക്സിൽ ഡബിൾ ടോപ്പ് ഫോം ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽസ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിലും ഈ ഒരു മേഖലയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിലാണ് ഈ ഒരു മേഖലയിലെ ലോങ് ടേം പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ റീസെന്റ് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 15th സെപ്റ്റംബറിലാണ് വീണ്ടും ഒരു ഷോർട്ട് ടേം മൊമെന്റം ക്യാൻഡിൽ ഫോം ചെയ്തത്. കൂടാതെ 1764 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 1887 എന്ന ഹഡിൽ മറികടന്നാൽ ഷോർട്ട് ടേം ടാർഗറ്റായി 2254 എന്നത് ഷോർട്ട് ടേം ടാർഗറ്റായി എക്സ്പെക്ട് ചെയ്യാമെന്നതാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. കൊച്ചിൻ ഷിപ്പ്യാർഡിനൊപ്പം തന്നെ GRSയിലേക്ക് കൂടി വരികയാണ്, അഥവാ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിലേക്ക് കൂടി വരുമ്പോഴേക്കും തീർച്ചയായിട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡിന് സമാനമായ തരത്തിൽ വളരെ മാസീവായിട്ടൊരു സെൽ ഓഫ് തന്നെയായിരുന്നു ഗാർഡൻ റീച്ചിലും കണ്ടിരുന്നത്. വെള്ളിയാഴ്ച മാത്രം ഏകദേശം 2.25% മുകളിലൊരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീക്ക്ലി ബേസിസ് പരിശോധിക്കുകയാണെങ്കിലും വളരെ ശക്തമായിട്ട് ഏകദേശം 2% മുകളിലൊരു ലോസ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് GRSയിൽ ഉണ്ടായിരിക്കുന്നത്. GRSയിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? രണ്ട് ഇമ്പോർട്ടൻറ്റ് ഹഡിൽസ് ആണ് ഈ ഒരു സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നത്. 2767 എന്നത് നിയർ ടേം ഹൈ റിജക്ഷൻ സോണായി, അത് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുന്നുണ്ട്. അത് മറികടന്നാൽ 3000 എന്ന റെസിസ്റ്റൻസ് ഉണ്ട്. ഈ രണ്ട് റെസിസ്റ്റൻസും മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. കറന്റ് വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 3000 എന്ന ലെവൽ മറികടന്നാൽ മാത്രമേ ഒരു ട്രെൻഡ് കൺഫർമേഷൻ പറയാൻ സാധിക്കുകയുള്ളൂ.
അടുത്തതായിട്ട് ഈ ലിസ്റ്റ് ചെയ്തിട്ട് അധികകാലം ആകാത്തത് 2025 ഏപ്രിൽ മാസത്തിലായിരുന്നു വാരിഡ് റീനബിൾ ടെക്നോളജീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ വളരെ മാസീവായിട്ട് വളരെ ഹെവി ആയിട്ടുള്ള വോളിയം ട്രേഡിംഗ് ഒന്നും കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും പലപ്പോഴും വളരെ അല്ലെങ്കിൽ വളരെ വളറ്റൈൽ ആയിട്ടുള്ള ഒരു ചാർട്ടാണ് നമുക്ക് ഈ ഒരു വാരി റീനബിൾ ടെക്നോളജിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല വീക്ക്ലി ബേസിലൊക്കെ പരിശോധിക്കുകയാണെങ്കിലും അത്തരമൊരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 2% മുകളിലുള്ളൊരു നേട്ടം നൽകിക്കൊണ്ടാണ് വാല്യൂ റീനബിൾ ടെക്നോളജീസ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയിലും വളരെ മാസീവായിട്ടൊരു ബൈയിങ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം കൃത്യമായി പറയുകയാണെങ്കിൽ 6% മുകളിലുള്ളൊരു നേട്ടം നൽകിക്കൊണ്ടാണ് വ്യാഴാഴ്ച ട്രേഡിംഗ് അവസാനിപ്പിച്ച ആ ഒരു മൊമെൻറ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് മുകളിലേക്കായിരുന്നു വെള്ളിയാഴ്ചയിലും ഒരു കുതിപ്പുണ്ടായിരുന്നത്. വാല്യൂ റീനബിൾ ടെക്നോളജീസിലുള്ള ഒരു ടേക്ക് എന്താണ്? ഒരു ഇൻട്രസ്റ്റിംഗ് ചാർട്ട് പാറ്റേൺ ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റ് നടത്തിയിട്ടും ഫെയിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഇത്. എന്നിരുന്നാൽ പോലും കറന്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് 1144 എന്ന റിജക്ഷൻ സോണാണ്. ലാസ്റ്റ് 2 days ആയിട്ട് പോക്കറ്റ് പിവട്ട് വോളിയം ആക്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കറന്റ് വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്ട്രോങ് മൊമെന്റം ആക്ഷനും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പെർട്സ് വിലയിരുത്തുന്നത് 1144 എന്ന റെസിസ്റ്റൻസ് മറികടക്കാനുള്ള പോസിബിലിറ്റിയാണ്. കറന്റ് ബോട്ടം ലെവലെല്ലാം വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് എ ഗുഡ് സൈൻ ഫോർ മൊമെന്റസ് സ്റ്റോക്സ്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ IPO സ്റ്റോക്സുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഒലയിലേക്ക് കൂടി വരികയാണ്. ഒലയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഒരു പക്ഷേ ഇടക്കാലത്ത് വലിയ തോതിൽ നിക്ഷേപകർക്ക് ഒരു പ്രതീക്ഷ തിരിച്ച് കൊണ്ടുവന്ന ഒരു ഓഹരി കൂടിയായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ നിന്ന് ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒല ഇലക്ട്രിക് ഓഹരികൾക്ക് സാധിച്ചിട്ടില്ല. ഏകദേശം കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 3 ഒരു മികച്ച മുന്നേറ്റം നടത്തിയതിന് ശേഷം അന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആരംഭിച്ച ഓഹരിയിൽ പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായിട്ട് തുടർച്ചയായിട്ടുള്ളൊരു ഇടിവാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇടയിൽ ഒരു ദിവസം വീണ്ടും ഒരു ബൗൺസ് ബാക്ക് നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒല ഇലക്ട്രിക് ഓഹരികൾക്ക് സാധിച്ചിട്ടില്ല. സോ ഒല ഇലക്ട്രിക് ഓഹരികളിലുള്ള ഒരു ഫ്യൂച്ചർ എന്താണ് എക്സ്പേർട്സ് കാണുന്നത്? ഒല ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 20th ഓഗസ്റ്റിലാണ് ഒരു മൊമെന്റം ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനുശേഷം 47 എന്നത് ഒരു ഹൈ സപ്പോർട്ട് സോണായി ചെയ്ത് അതിനുശേഷം ഫിബനാച്ചി ലെവലായ ടാർഗറ്റ് എക്സാക്റ്റ് അവിടെ എത്തുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഒരു പുൾ ബാക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തത്. എന്നിരുന്നാൽ പോലും 13th സെപ്റ്റംബറിലാണ് ഒരു അപ്പർ സർക്യൂട്ട് ക്യാൻഡിൽ പുൾ ബാക്ക് സ്റ്റേറ്റിൽ ഫോം ചെയ്തത്. ബട്ട് അതിനൊരു പ്രോപ്പർ ഫോളോ ത്രൂ ആക്ഷൻ ലഭിച്ചില്ല. അതിനുശേഷം അതൊരു റിജക്ഷൻ സോണായി ആക്ട് ചെയ്ത് കൂടാതെ റീസെന്റ് കണ്ടിന്യൂസ് വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു പ്രോപ്പർ വോളിയം ആക്ഷൻ ഈ ഒരു സ്റ്റോക്കിൽ പുൾ ബാക്ക് സ്റ്റേറ്റിൽ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 54 എന്ന സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ഓല ഇലക്ട്രിക് മൊബിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് സപ്പോർട്ടായി 47 എന്ന ലെവൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നിരുന്നാൽ പോലും കറന്റ് ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് BSEയുടെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. BSEയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ് എന്നാൽ ഇടക്കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു മാർച്ച് മുതൽ തുടർച്ചയായിട്ടൊരു മുന്നേറ്റം നമുക്ക് ജൂൺ വരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് ആ ഒരു അനിവാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിലാണ് BSE ഓഹരികൾ കടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇടയിൽ കുറേ നാൾ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ 30 ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ 1 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വീണ്ടും ആ ഒരു റാലി റീസ്റ്റാർട്ട് ചെയ്ത വിധത്തിലൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. BSE ഓഹരികൾ ഈ ഒരു ബൗൺസ് ബാക്കിന് ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് എക്സ്പേർട്സ് വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായും കണ്ടിന്യൂസ് കൺസോൾട്ടേഷൻ ഫേസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വോളിയം ബേസ്ഡ് സെൽ ഓഫ് 11th സെപ്റ്റംബറിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ഒരു വോളിയം ബേസ്ഡ് സെൽ ഓഫ് ക്യാൻഡിൽ ഹൈ റീസെന്റ് ബ്രേക്ക് ചെയ്തു. എക്സാക്ട് പറയുകയാണെങ്കിൽ 2274 എന്ന ഹൈ ബ്രേക്ക് ചെയ്യുന്ന BSE ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ലാസ്റ്റ് 5 days ആയിട്ട് ഹൈ വോളിയം ആക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2274 എന്നത് നിയർ ടേം സപ്പോർട്ടായും ഒരു ട്രെൻഡ് റിവേഴ്സൽ പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് CDSL കൂടി വരികയാണ്. CDSLനെ സംബന്ധിച്ചിട്ടും BSEയെ സംബന്ധിച്ചുമൊക്കെ ആണെങ്കിലും ഇപ്പോൾ സെബിയുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം റിപ്പോർട്ട്സ് പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു F&O മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന അടക്കമുള്ള അപ്ഡേഷൻസ് വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു ഓഹരി കൂടിയാണ് CDSL എന്ന് പറയുന്നത്. CDSLനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച വളരെ മാസീവായിട്ടൊരു ബൈങ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇൻട്രസ്റ്റിംഗ് തരത്തിലുള്ള ഒരു വോളിയം ഈ ഒരു ഓഹരിയിൽ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. നമുക്ക് BSEയിൽ കണ്ടതുപോലെ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു
ഒക്ടോബർ 1 മുതൽ CDS ഓഹരികളിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. CDS ഓഹരികളിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? അതെ, അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് റാലി അറ്റംപ്റ്റ് സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 4 days ആയിട്ട് കണ്ടിന്യൂസ് വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇന്നൊരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാൻഡിൽ, എക്സാക്ട് പറയുകയാണെങ്കിൽ 1611 എന്ന ലെവൽ മറികടന്ന ഒരു പ്രോപ്പർ ക്ലോസിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഒരു മൊമെന്റം ബസ്റ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. കറന്റ് ടെക്നിക്കലി ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് കൺസോൾട്ടേഷന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്രോപ്പർ വോളിയം ആക്ഷൻ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലോസിംഗ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മുഹമ്മദ് സഫാനോ അല്ലെങ്കിൽ എനിക്കോ യാതൊരു തരത്തിലുള്ള സൊളിസിറ്റേഷനോ അല്ലെങ്കിൽ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ല നിങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.